തൃശൂർ പന്നിത്തടത്ത് കെ.എസ്.ആർ.ടി.സി ബസും ലോറിയും കൂട്ടിയിടിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്ക് ചികിത്സ ലഭിക്കാൻ വൈകിയെന്ന ആംബുലൻസ് ഡ്രൈവറുടെ ആരോപണത്തിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ്. ആരോപണം നിഷേധിച്ച തൃശൂർ മെഡിക്കൽ കോളേജ് രോഗിക്ക് കൃത്യമായ സമയത്ത് കൃത്യമായി ചികിത്സ നൽകിയിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർക്ക് തെറ്റിദ്ധാരണ മൂലമാകാം ചികിത്സ നൽകിയില്ലെന്ന് തോന്നിയത്. പുലർച്ചെ 2:52 എത്തിയ രോഗിക്ക് 2:57 ഡോക്ടർ പരിശോധിച്ചു തുടങ്ങി. രോഗിയെ റെഡ് സോണിലേക്ക് മാറ്റുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവർ നിർബന്ധിച്ച് രോഗിയെ കൊണ്ടുപോയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാധിക പറഞ്ഞു. വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിലും റെഡ് സോണിലാണ് ചികിത്സിക്കുക. അപ്പോൾ റെഡ് സോണിലേക്ക് കൊണ്ടുപോയി. റെഡ് സോണിലേക്ക് ഡോക്ടർ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. റെഡ് സോണിൽ ചെല്ലുമ്പോൾ റെഡ് സോണിനകത്ത് 15 ബെഡിലും ആളുകളുണ്ട്. കാരണം വെന്റിലേറ്റർ പേഷ്യൻസ് ആണ്. ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യന്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഡ്രൈവർ ആംബുലൻസ് ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഇവിടെ മുഴുവൻ തിരക്കാണ്, ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യന്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഈ രോഗിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതിന്റെ ടൈമിന്റെ ഡിലേ എന്ന് പറയുന്നത് 2:52 ക്യാമ്പസിൽ വരുന്നു. 2:57 നമ്മുടെ ഒ പിയിൽ എത്തുന്നത്. ഇതിനെല്ലാം CCTV ദൃശ്യങ്ങളുണ്ട്. 2:57 വരുന്നു. 2:58 തന്നെ അവിടെ ഡോക്ടർ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ട്രയാജിൽ 2:55 നോക്കിയിട്ടാണ് OP ടിക്കറ്റ് അതിനോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് എടുത്ത് 2:58 തന്നെ ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.